ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ വിളിക്കുന്നത് പോലെ ആകുമ്പോ എല്ലാരും കൂടെ സംഭാവനയായിട്ട് വരുമല്ലോ അല്ലേ? എല്ലാ പണവും വാങ്ങി കീശയിലാക്കി പ്രകാശ് ഏട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുകയും ചെയ്യും. ഇങ്ങനൊരു മനുഷ്യൻ. ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദോശയും ചമ്മന്തിയും ഓംലെറ്റും രസവടയും പിന്നെന്തോ വേണം. ഓംലെറ്റിന്റെയും തട്ടുദോശയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ദേ കൂത്തി വരുന്നു എന്റെ അപ്പച്ചി. കൊള്ളാം. തട്ടുകട. മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ പെരുവഴിയില് തട്ടുകട കച്ചവടം. കഷ്ടം. ഇനി എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? എന്റെ അനിയന്റെ കടയിൽ നല്ല തട്ടുദോശയും ചമ്മന്തിയും കിട്ടുമെന്നോ? എടി, തട്ടുദോശയ്ക്ക് എന്താണ് കുഴപ്പം? അവൻ എന്നെയും നിന്നെയും പോലെ വെറുതെ ഇരുന്ന് തിന്നുമല്ല, അധ്വാനിച്ചിട്ടാ 4 കാശുണ്ടാക്കുന്നത്. അമ്മേ, നിങ്ങളുടെ ഒരു കാര്യം. അവനെ വരുത്താൻ സമയമായി. അടുത്ത കളികൾ അവൻ വന്നിട്ട്. ആര്? നീ കണ്ടോ? ആരും ഒന്നും പറയില്ല. സസ്പെൻസ് ഇടും. കണ്ടോളാൻ. എന്ത് കാണാനാ? ഒന്നും ഒരു കരക്കെടുക്കുന്നില്ലല്ലോ. തൊട്ടാല് പൈസയാ. ഈ വീട് ഇപ്പൊ ഇത്രയും തൊല്ലയുള്ള പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ആകെ ഭ്രാന്ത് പിടിക്ക. ഓഹോ, ഇപ്പൊ ഈ പരുവത്തിലായോ? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. പ്രകാശേട്ടാ, ഉറങ്ങിയില്ലേ? ഉറങ്ങിയെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്കെഴുതോ? വീട് വെപ്പിന്റെ ചെലവുകളൊക്കെ എഴുതി വെക്കായിരുന്നു. സാധനത്തിനൊക്കെ എന്താ വില? പ്ലാസ്റ്റിക് വെച്ചല്ലോ വീട് വെക്കുന്നത്. പ്രകാശേട്ടൻ ഇതൊക്കെ മടക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ചെക്കനവിടെ ഗോകുല്? അവനവിടെ മീനാക്ഷി പറയുന്ന കഥകളും കേട്ടിരിക്കോ? കൈ നിറയെ സ്വർണം കിട്ടിയ കഥയാണോ? ഓ, ആ ചെക്കന് പഠിക്കാനൊന്നുമില്ലേ? ആ കൂട്ടങ്ങളൊന്നും സ്കൂളിന്റെ പടി കാണത്ത. കഥ പറഞ്ഞു കൊടുക്കുന്നു പോലും. കഥ. നീ ആ ചെക്കനെ ഇങ്ങോട്ട് വിളിച്ചേ. പ്രകാശേട്ടാ, മീനാക്ഷിക്ക് പുരാണ കഥകളൊക്കെ നന്നായിട്ട് അറിയാം. അത് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാ അവൻ പോയത്. കുട്ടികള് പുരാണ കഥകളൊക്കെ കേട്ട് വളരുന്നത് നല്ലതാ. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഗുണം ചെയ്യും. ഗോകുലിനെ സംബന്ധിച്ച് അവന്റെ അച്ഛനെ കണ്ടുപഠിക്കാൻ പിശുക്കല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കണ്ടുപഠിക്കാൻ ഒന്നുമില്ലാത്തവൻ കേട്ടെങ്കിലും പഠിക്കട്ടെ. കേട്ടു പഠിക്കാൻ പോണു. പുരാണ കഥ കേട്ടിട്ട് നിന്റെ മോൻ എന്ത് മണ്ണാങ്കട്ടി അടി പഠിക്കാൻ പോണത്? ഒന്നുമില്ലെങ്കിലും ജനിപ്പിച്ച മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നെങ്കിലും അവൻ പഠിക്കുമല്ലോ. ആ കാര്യത്തില് നമ്മുടെ മോൻ അവന്റെ അച്ഛനെ മാതൃകയാക്കിയാലേ ഭാവിയിൽ എനിക്ക് മാത്രമല്ല പ്രകാശേട്ടനും അത് വലിയ ദോഷം ചെയ്യും. മതിയടി നിന്റെ ഫിലോസഫി. ഞാനേ എന്റെ അച്ഛൻ മാധവൻ നായരെ പോലെ സൽഗുണസമ്പന്നൻ ചമഞ്ഞ് നടന്നിരുന്നെങ്കിലേ ജീവിതാവസാനം വരെ അമ്മയെപ്പോലെ നിനക്കും കണ്ടവന്റെ വാടക വീട്ടിൽ കഴിയേണ്ടി വന്നേനെ. ഡേ, വീട് പണി നടക്കാ. ഒരുപാട് പണം ഇനിയും വേണ്ടി വരും. സാധാരണ വീട് പണി നടക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടും. എന്റെ കാര്യത്തിൽ അതോ കിട്ടുന്നില്ല. പോട്ടെ, അതിനിടെ കയറി നീ എന്നെ കൊച്ചാക്കാനുകൂടി നോക്കല്ലേ. നല്ലൊരു പാലുകാച്ച് നടത്തി ആളുകളുടെ കയ്യിൽ നിന്ന് മോശമല്ലാത്ത ഒരു തുക പിരിച്ചെടുക്കണം. അതിനുള്ള മാർഗം എന്താണെന്ന് നീ ആലോചിക്കേ. അതിന് പ്രകാശേട്ടൻ എവിടെയെങ്കിലും പാലുകാച്ചിന് പോവുകയോ 5 പൈസ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു പാലുകാച്ചിയ വീട്ടിൽ എന്നെയും മോനെയും കൊണ്ടു ചെന്നിട്ട് മൃഷ്ടാനം വെട്ടി വിഴുങ്ങി പോരാ നേരം 10 രൂപ കവറിലിട്ട് കൊടുത്ത കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മള് കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടും. സുമിത്രേ, പാല് കാച്ചു വരട്ടെ. നിന്റെ സകല പരാതികളും ഞാൻ തീർത്തേക്കാം.
ക്ഷണപത്രികയുടെ താഴെ അച്ഛന്റെ പേര് കൂടി വച്ചേക്കാം. ഓ എന്തൊരു ബുദ്ധി. അച്ഛൻ വിളിക്കുന്നത് പോലെ ആകുമ്പോ എല്ലാരും കൂടെ സംഭാവനയായിട്ട് വരുമല്ലോ അല്ലേ? എല്ലാ പണവും വാങ്ങി കീശയിലാക്കി പ്രകാശ് ഏട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുകയും ചെയ്യും. ഉഹ്, ഇങ്ങനൊരു മനുഷ്യൻ. ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നുമില്ല, നീ കിടന്നുറങ്ങാൻ നോക്ക്. ദാ ദാ മാധവേട്ട, അത്താഴം കഴിക്കണ്ടേ? ബാക്കി എല്ലാരും കഴിച്ചോ ചന്ദ്രു? എനിക്കെന്തോ ഇന്ന് നല്ല വിശപ്പില്ല. എന്തു പറ്റി മാധവേട്ട? വയ്യായ്ക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല ചന്ദ്രു. അമ്മ വല്ലതും കഴിച്ചോ? അമ്മയുടെ കാര്യമൊക്കെ മീനാക്ഷി നന്നായി നോക്കുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിലുള്ള എന്റെ ടെൻഷൻ അങ്ങ് മാറി മാധവേട്ട. മാധവേട്ടൻ എഴുന്നേക്ക്. രാത്രി ഗുളിക കഴിക്കാനുള്ളതാ. എന്തെങ്കിലും ആഹാരം കഴിച്ചേ പറ്റൂ. മാനത്തെ കൊട്ടാ